കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു കാറാണ് ഗൈസ് ഇത് റോൾസ് റോയ്സ്. ഫസ്റ്റ് ടൈം കണ്ടതിന്റെ നല്ലൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും എന്നിൽ കാണാൻ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഓണർ എന്ത് പറയോ ഇല്ലയെന്ന് പോലും ഞാൻ നോക്കാതെ തന്നെ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഇപ്പൊ ടൈം വെളുപ്പിന് 3:30. ഒരു കോഫിയും കുടിച്ച് അവിടെ തന്നെ ഇരുന്ന് നേരം വെളുപ്പിച്ചു. മോർണിംഗ് ആയപ്പോ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം കറങ്ങി നടക്കുമായിരുന്നു. പണികൾ തന്നിട്ട് ഒരു സമാധാനം കിട്ടാത്ത എയർ ഇന്ത്യ മോർണിംഗ് തന്നെ നമുക്ക് വീണ്ടും പണികൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 7:30 പോവേണ്ട ഫ്ലൈറ്റ് 9:45 ബാംഗ്ലൂർ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്നത്. എത്രയൊക്കെ പണി കിട്ടിയാലും തളരില്ല എന്നുള്ള ഒറ്റ മൈൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. തളർന്ന് പണ്ടാരടങ്ങി നേരെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. എയർപോർട്ടിലെ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ പറന്നിറങ്ങിയതും എയർ ഇന്ത്യ തന്നെയാണ്. എവിടെ നോക്കിയാലും എയർ ഇന്ത്യ. അങ്ങനെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് എയറിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങിയ സന്തോഷത്തിൽ നേരെ നമ്മൾ ഫ്ലൈറ്റ് കയറാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ഇതേ പ്ലേസിൽ വന്ന് നിന്നപ്പോഴത്തേക്കും പേടിച്ച് പിന്നിലോട്ട് മാറിയ അമ്മ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് കൂളായിട്ട് നിൽക്കുന്നു. എന്താ ഇത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ടും ഫ്ലൈറ്റിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നാണയില്ലേന്ന് ഫ്ലൈറ്റ് ചോദിക്കുന്ന പോലെ എനിക്കും ഫീൽ ചെയ്തെങ്കിലും ഒരു കൂസലും ഇല്ലാണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് നേരെ ഫ്ലൈറ്റിനുള്ളിലോട്ട് കയറി. ഇതിനുള്ളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് അകത്തോട്ട് കയറുന്നത്. എല്ലായിടത്തും ഫസ്റ്റ് എത്തുന്ന അച്ഛൻ പതിവ് പോലെ തന്നെ സീറ്റും പിടിച്ചിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി കയറിയാലും അച്ഛന്റെ സീറ്റ് അവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിട്ടു തരുന്നില്ല ഗൈസ്. സുജിത് ഭക്തനെ മനസ്സിൽ ധ്യാനിച്ച് എക്സ്പ്ലോറിംഗ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഈ ഒരു സുനാപ്പി താത്തു വെച്ചാൽ നമുക്ക് വെള്ളം വെക്കാം, ഫുഡ് വെക്കാം, അങ്ങനെ പല സാധനങ്ങളും വെക്കാം. പക്ഷേ ടേക്ക് ഓഫ് സമയത്തും ലാൻഡിംഗ് ടൈമിലും ഇത് ക്ലോസ് ചെയ്ത് വെക്കണം.